സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈസ് മി അറൗണ്ട് ആൻഡ് രാജ്. ഗൈസ്, നമ്മൾ ഇന്ന് സ്റ്റീലെ ബ്രെയിൻ റോബ്ലോക്സിലെയാണ് കളിക്കാൻ പോകുന്നത്. ഗൈസ്, ഹാപ്പനിങ് നൗ ന്യൂ ഇവൻറ്റ്. ഗൈസ്, നമ്മുടെ സ്ട്രോബെറി എലിഫൻറ്റിൻ്റെ പുതിയ ഇതൊക്കെ തന്നെ ടച്ചും വർക്കാകുന്നില്ല. ഗൈസ്, നമ്മൾ ഹോട്ട് സ്പോട്ടിൻ്റെയൊക്കെ ഇതൊക്കെ ഉണ്ട്. ഇവൻ്റ് നടക്കുവാണ്. ഇവൻ്റ് നടക്കുന്നില്ല. ഇവൻ്റ് നടക്കുമ്പോൾ ഇതുണ്ടോ ഗേസ്? ഈ തേറ്റ സൗർ ഞാൻ അല്ലാതെ ഈ റെഡ് കാർപ്പറ്റ് വന്നപ്പോൾ എടുത്താണ്. ഇത് എന്നാ ഉറക്കല്ലേറോ തലലേറോ, പിന്നെ ട്രിപ്പ്. യേസ്, ഈ സാധനം എനിക്ക് ഇതിനകത്ത് മറ്റേ ഇവൻ്റ് ഒരു ചൂണ്ടയുണ്ട്. യേസ്, ആ ചൂണ്ടയിട്ട് കിട്ടിയാണ്. യേസ്, ബാക്കി കുറേ ബ്രാൻഡുണ്ട്. അനിയത്തിയുടെ വേസ് വെച്ച് കാണുന്നതാണ്. യേസ്, റീബർത്ത് ചെയ്യാനായിട്ട് ടെറ്റസൗറുണ്ട്, അത് കിട്ടി. കണ്ട യേസ്, മേളാണ് നിങ്ങൾ കാണണ്ട. യേസ്, ലോസ് ട്രല്ലിറ്റാസ്, ഗോൾഡൻ ഓർക്കല്ലർ, പിന്നെ ട്രലല്ല, പിന്നെ ടെൻസിനോ അങ്ങനെ കണ്ട് പറയുന്നത് കാണുന്നുണ്ട്. എൻ്റെ പൊന്നോ, നിങ്ങൾ മണി നോക്കി. 67.97 ബില്യൺ ആണ്. ബില്യൺ ചുമ്മാ അടിക്കുമ്പോൾ കിട്ടുന്നതാണ്. 69 ആക്കണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മണി കളക്ട് ചെയ്ത് താഴോട്ട് ചുമ്മാ ചെന്നാൽ മതി. പക്ഷേ ഈ ഇവൻ്റ് ഒരു ലക്ഷമില്ലാത്ത ഇവൻ്റാണെങ്കിൽ ഓർക്കല്ലേക്ക് എനിക്ക് 2 എണ്ണം ഉണ്ടായിരുന്നു, അല്ല 3 എണ്ണം ഉണ്ടായിരുന്നു. ഇത് മൂന്നാമത്തെ ഇത് സ്റ്റീൽ ചെയ്താണ്. ഈ ഓർക്കല്ലേറോ ഒരു സൗർ സ്റ്റീലാണ്. ബാക്കിയെല്ലാം ഞാൻ ഇത് ഇവൻ്റിൽ നിന്ന് എടുക്കും. ഇവൻ്റ് ഒരു ലക്ഷമില്ല. കാര്യമുണ്ട്. ലക്കി ബ്ലോക്ക് വരുവാണെങ്കിൽ നമുക്ക് മാത്രം എടുക്കാം. മടുപ്പ് ആണ്. ബാക്കി എല്ലാവരുടെ ഇപ്പം ഇങ്ങനെ കോമ്പിനേഷൻ കൊടുക്കണം. നാളെ പുതിയ ബ്രെയിൻ റോട്ട് മിത്തിക്കും ലെജൻഡറി ഒരേ സമയത്ത് സ്പോണാക്കി. നമുക്ക് ആ സമയം വരണം. നമുക്കപ്പോൾ എല്ലാവരുടെയും ബേസ് ഒന്ന് ചുറ്റിക്കറങ്ങി നോക്കിയിട്ടൊക്കെ വരാറുണ്ട്. നല്ല വല്ലതും ഉണ്ടോ? ഒരു ബേസ് ഇഷ്ടപ്പെട്ടേ. അവിടെ കുറച്ച് നല്ല സാധനങ്ങളുണ്ട്. നമുക്കൊരു മറ്റേ സ്പ്രിങ് എന്തി 20K കൊടുത്തൊരു സ്പ്രിങ്ങും ഡാൻസിങ് ബോൾ പറ്റത്തില്ല. പിന്നെ എന്നാ വേണ്ട? പിന്നെ ഒരു മെഡുസൈഡ് വാങ്ങിക്കാൻ പറ്റത്തില്ല. പിന്നെ ഒരു ഈ സാധനം വാങ്ങിക്കാൻ ഗൈസ്. അയ്യോ, പിന്നെ ഒയ്യടാ നമ്മുടെ ഇനി നീ എടുക്കാൻ എനിക്കൊരു തേങ്ങയില്ല. പോടാ നീക്കെ. ആരും ഇനി എടുക്കത്തില്ല. 202 ഈ മാനാണ്ടി അടിച്ചു പൊളിച്ചു. രക്ഷപ്പെട്ട് ഞാൻ അടിച്ചു പൊളിച്ച് ഗൈസ്. ഇവിടെ ഒരുത്തരുണ്ടായിരുന്നു, അവനെന്ത്? ലോസ്റ്റാലീറ്റാസുള്ള ബേസ് തുറന്നു. ഇതിൻ്റെ മേളിൽ പോട്ടായിട്ട് എടുക്കണം പെട്ടെന്ന്. ഒരു ഗോൾഡൻ ബേസ് സ്പോൺ ആയിട്ടുണ്ടേ. അങ്ങനെ അവൻ വരല്ലേ. ബേസിൽ ഓ ഗായ്സ്, ഇവന്റ് സ്പോണായി. ഈ ഇവന്റ് നിങ്ങൾ കാണണം. രക്ഷയില്ലാത്ത ഇവന്റ്. ഈ ഇവന്റിൽ നമ്മളിപ്പോൾ കാണിച്ചു തരാം ഗൈസ്. നമുക്ക് ഇതിൻ്റെ ഇങ്ങോട്ട് വെക്കാം. എന്ത് ചെയ്യാം ഇപ്പം കണ്ടോണേ. ഇനി കുറച്ചൊരു നമ്മുടെ ബേസിൻ്റെ അടുത്ത് തന്നെ കേട്ടോ. അപ്പോൾ
കറക്റ്റ് നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യണം. ടാപ്പ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓ ഗോയ്സ് നമുക്ക് അങ്ങോട്ടിടാം. ഈ ഇവൻ്റ് ഒരു രക്ഷയില്ല. നിങ്ങൾ ഈ ഇവൻ്റ് കളിക്കണം ഗൈസ്. നമുക്ക് ലെജൻഡറി സാധനമൊക്കെ സ്പോട്ടി അടിച്ച് കയറണം ഗൈസ്. ചൂണ്ട ഇടുന്ന പോലെയാണ് ഗൈസ്, മീനെ പിടിക്കുന്നതാണ് ബ്രെയിൻ റോഡ്. ഓ ഗൈസ് സെറ്റ് സാധനമൊക്കെയാണ് ഗൈസ് വരുന്നത്. അതല്ല എന്നാ ചെയ്യും ഗൈസ്, എൻ്റെ അനിയത്തിയുടെ ബേസ് കൊള്ളത്തില്ല, അനിയൻ്റെ ബേസിലൂടെ നോക്കാം. നമ്മൾ നല്ല ദൂരെ ഇടുമ്പോൾ നല്ല ബ്രെയിൻ റോട്ട്സ് അടിക്കും ഗൈസ്. നമ്മളെ ബേസ് ഓർത്ത് ദൈവമേ ആരും ഫീൽ ചെയ്യില്ല. ഓ ഗൈസ് ഒരു സെറ്റ് സാധനം കിട്ടി. ഇതെൻ്റെ ബേസിൻ്റെ അകത്ത് തന്നെ കൊണ്ടിടാനൊക്കെ പറ്റുമോ? എൻ്റെ പൊന്ന് ഗൈസ് പൊട്ടിക്കിടുന്ന മണി ഉണ്ടോ ഗൈസ്? 450 കയറണ്ട. ട്രല്ലിത്ത് എനിക്ക് 2 എണ്ണം ഉണ്ട്, വേണം പറഞ്ഞാൽ അനിയത്തിക്ക് കൊടുക്കാം ഗൈസ്. അയ്യോ ഇനിയും ഗൈസ് നമുക്ക് പറ്റാത്തത്രയും പിടിച്ചു വെക്കാം, ബാക്കിയെല്ലാം എന്നേലുമൊക്കെ ചെയ്യാം ഗൈസ്. അപ്പോൾ ഈ അപ്ഡേറ്റ് കഴിവാണ് കുറേയൊക്കെ എൻ്റെ അനിയത്തിക്ക് കൊടുക്കണം ഗൈസ്. പിന്നെ ഒരു കാര്യമുണ്ട്, അവളെ റീബർത്ത് ചെയ്യാൻ നേരത്ത് എല്ലാം തിരിച്ച് എല്ലാ ബേസിലോട്ട് എടുക്കേണ്ടി വരും ഗൈസ്. എൻ്റെ പൊന്ന് ഗൈസ് കിട്ടുന്ന സാധനമൊക്കെ കണ്ടോ ഗൈസ്? ഈ കുറച്ചിട്ട് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഗൈസ് നമുക്ക് പിന്നെ സ്റ്റീൽ ചെയ്യാം എല്ലാവരുടെ ബേസിൽ പോയി. ഇതൊരു സ്പെഷ്യൽ ആസിഡാണ് ഗൈസ്. പെട്ടെന്ന് അതേമേ തീരല് ഗൈസ്. ലോസ് ട്രാലലീത്തോസ് ആ സാധനം കിട്ടിയിട്ടുണ്ട് ഗൈസ്. ദൈവം ഇനി ബേസ് എടാണോ എന്നറിയത്തില്ല. അയ്യേ ഇത് ഞാൻ വിൽക്കും, ഇതൊന്നും എനിക്ക് വേണ്ട. അമ്പടി കൊടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്താൽ മതി. അയ്യോ എന്ത് ബ്ലൂബെറി തന്നെ ഒക്ടോപ്പസീനി എന്ത്? അയ്യോ ഗൈസ് പണി കിട്ടി. ഞാൻ അപ്പം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു തേറ്റ ഹൗറിനാണ് വിൽക്കും ഗൈസ്. അന്നെ നമ്മൾ ചൂണ്ടയിടും. ട്രൂളിച്ചീനി അതൊക്കെ ആർക്കാണ് കിട്ടുന്നത്? പിന്നെ ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ സാധനം അറിയത്തില്ല ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം ഈ അപ്ഡേറ്റ് ചെയ്തുള്ള സാധനം ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഈ തേങ്ങ മാത്രമേ കിട്ടത്തുള്ളൂ. തേങ്ങ വിൽക്കാൻ പോകുന്നത് കുറച്ച് നേരം നല്ല സാധനങ്ങൾ കിട്ടും ഗൈസ്. കുറച്ച് കഴിയുമ്പോൾ തേങ്ങ ഇതിൻ്റെ വീട്ടിലുണ്ട് കയറും അഴുക്ക ചക്കൻ. ഇനി എനിക്ക് കുഴപ്പമില്ല, എൻ്റെ വെയിറ്റ് കയറി എനിക്ക് പോകണ്ടേ. എന്നാ നല്ല സാധനങ്ങളാണോ? അയ്യോ എന്നാ പോടാ അഴുക്ക ചെക്കന്മാർ വല്ലവരുടെ ബേസിൽ കയറി കക്കുന്നു. ദൈവമേ അയ്യോ വേണ്ട. വെൽക്കം ബാക്ക് ടു അല്ലല്ലോ ഗൈസ്. നമ്മളപ്പോൾ നാളെ ഒരു ചൂണ്ട വാങ്ങിക്കുന്ന ഒരു വീഡിയോ വരുന്നതായിരിക്കും ഗൈസ്. ഇത് നമ്മുടെ വീഡിയോ ഇഷ്ടം. അപ്പോൾ ആ വീഡിയോ നമ്മൾ വൈകുന്നേരം 4 മണിക്കാണ് ഗൈസ് ഇടുന്നത്. ഇതൊന്നും കിട്ടിയല്ലേ? നമുക്ക് അനിയത്തിക്ക് ഓർമ്മ കൊടുക്കാം. ദൈവം നല്ല സാധനമാണ് കഴിഞ്ഞിട്ട് പോയല്ലേ. അയ്യോ എന്നെ വിളിക്കാൻ ദൈവമേ സാധനം പോയി. ട്രലലീറ്റയോ? ഗൈസ് നമുക്ക് ലെജൻഡറി കിട്ടണമെങ്കിൽ എൻ്റെ ഈ കയ്യിലിരിക്കുന്ന ഈ സ്പെഷ്യൽ ചൂണ്ടാണ് ഗൈസ്, ഇത് ഇടണം. ആ ഗൈസ് നമുക്ക് കൈ വിട്ട് പോയ സാധനം കിട്ടി ഗൈസ്. നമുക്ക് ഇനി ഇതന്നെ
Crabbo limonetta. Tralalero. Your base is solo. കല്ല് സാധനങ്ങളെ Zombie tralala. എന്നാ അയ്യേ ഈ ബ്ലൂബെറി എക്ടോമസിന് ഇവിടെ കേറിയോ? Trulli mero. അതൊക്കെ എങ്ങനെ ഇവിടെ കേറിയേ? Graipus medusi. ചുണ്ടു പൊന്നു കേസ്. അപ്പുറത്തെ ബേസിൽ അവന്റെ കൈ കിട്ടുന്ന സാധനമൊക്കെ കണ്ടോ കേസ്? ഒരു ലക്കി ബോക്ക് കിട്ടുമായിരുന്നു സീനായിരുന്നു. Tralalita tralala. ട്രല്ലലീറ്റ് അതെങ്ങനെ ശരിയാവും? എൻ്റെ ഒരു ട്രല്ലലീത്ത, 2 ട്രല്ലലീത്ത്, ഹൈറ് കേസ്. ഇതെല്ലാം വിറ്റിക്കാണ് കേസ്. ഇനി ഒന്നും എനിക്ക് വിൽക്കാൻ മേല. അയ്യോ 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 എൻ്റെ പൊന്നോ. നീങ്ങ്. തേഞ്ഞ് ഗൈസ്. പെട്ടെന്നൊന്ന് ഇവൻ്റെ കയ്യിൽ വരുന്നാൽ മതിയായിരുന്നു ഗൈസ്. എനിക്കിനി മേല. എന്നാണോ എൻ്റെ ബേസി കറക്റ്റ് ഇടയില്ല. തേങ്ങയുടെ മൂട്. ഏതൊരു കാര്യം അതാർക്ക് കിട്ടി? ഇവൻ്റ് അല്ലേ മറ്റേ ഗൈസ്? ഗ്രീൻ ഇവൻ്റ് ഉണ്ട് ഗൈസ്. ഇതിൻ്റെ 2 ഇവൻ്റ് ആയിട്ടാണ് ഗൈസ്. ഒന്നുമില്ല പാവപ്പെട്ട. നമുക്ക് എന്തായാലും പിടിച്ചു കൊടുക്കണോ ഗൈസ്? വേണ്ട. അയ്യോ ഏതോ ശോകം കേട്ടോ. റീബർത്തി ആയിട്ട് നമുക്ക് ആദ്യം തൊട്ടെല്ലാം പിടിക്കാമല്ലോ. അനിയത്തിയുടെ വീട്ടിൽ കുറേ സാധനം ഇട്ടിട്ടുണ്ട്. പക്ഷേ ഈ സാധനമൊക്കെ പോകുന്ന കാര്യം ഓർക്കുമ്പോൾ നമുക്ക് ഈ സമയം കഴിയാറായെന്ന് നോക്കാവേ. അയ്യോ 30 സെക്കൻഡ്സ് കൂടെ ഉള്ളു ഗൈസ്. അപ്പോൾ റീബർത്തി ഇത് പോവുകയാണെങ്കിൽ പിന്നെ ഇവൻ്റ് വരുന്ന എപ്പോഴാണെന്ന് അറിയത്തില്ല. ഇല്ല ഗൈസ്, ഞാൻ റീബർത്തി ചെയ്യുന്നില്ല. എനിക്ക് ഇതിപ്പോൾ ഈ ഇവൻ്റ് പോവുകയാണെങ്കിൽ പോട്ടെ, എനിക്കൊരു കുഴപ്പമില്ല ഗൈസ്. ഇത്ര നല്ല സാധനങ്ങൾ ഇട്ടിട്ട് ഇന്നൊന്ന് പോകും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, ഇത്ര നല്ല സാധനം. അയ്യോ ഇത്ര നല്ല സാധനം നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഇത്ര നല്ല സാധനങ്ങൾ കിട്ടിയിട്ട് അത് പോകുന്നോണ്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കണം. ഇത്ര നല്ല ഈ സാധനങ്ങളെല്ലാം കണ്ടോ? ഇത്ര നല്ല സാധനങ്ങളെല്ലാം ഇല്ലാന്ന് പറഞ്ഞാൽ എല്ലാം ഇതുണ്ടോ? ഇത് സീക്രട്ട് 2 സീക്രട്ട് ബ്രെയിൻ റോഡ് ഗോഡ്, 2 ബ്രെയിൻ റോഡ് ഗോഡ് സീക്രട്ട്, വേണ്ടൊരു ബ്രെയിൻ റോഡ് ഗോഡ്, വേണ്ടൊരു ബ്രെയിൻ റോഡ് ഗോഡ്, വേണ്ടൊരു ബ്രെയിൻ റോഡ് ഗോഡ്, വേണ്ടൊരു മിത്തിക്ക്, വേണ്ടൊരു ബ്രെയിൻ റോഡ് ഗോഡ്. ഇതെല്ലാം കളയാൻ പറ്റുമോ? പിന്നെ എൻ്റെ ബേസിന് മേളിൽ നിങ്ങൾ കുറച്ച് കണ്ടാലും നല്ലതായിട്ട് കണ്ടില്ല. സീക്രട്ട് ബ്രെയിൻ റോഡ് ഗോഡ് 1, 2, സീക്രട്ട് 2, ബ്രെയിൻ റോഡ് ഗോഡ് 3. ഇതെല്ലാം വിൽക്കാൻ പറ്റുമോ? നിങ്ങൾ ഓർത്ത് നോക്കി. ഇത്ര സെറ്റപ്പ് ആയിട്ടുള്ള സാധനം 1, 2, 3 ട്രല്ലഞ്ചീസ് തുറന്ന് വിൽക്കാൻ. നമുക്ക് നല്ലൊരു സാധനം വാങ്ങിക്കാൻ. നമ്മുടെ മാക്സിമം ദൂരത്താണ് ഇപ്പൊ ഇട്ടേക്കുന്നത്. ഇതെന്നാ പണിയാ? ഇപ്പോൾ 3, 2, 1. ഓ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലെല്ലാം മാക്സിമം ഷെയർ ചെയ്യുക. ബലൂങ്കേനെ വയ്ക്കണോ? ബലൂങ്ക എനിക്ക് ഒരെണ്ണം ഉണ്ട്, സീക്രട്ടാണ്. അനിയത്തിക്ക് പിന്നെ വേറെ നല്ല സാധനങ്ങളുണ്ട്. പക്ഷേ ബലൂങ്കേനേക്കാൾ നല്ല സാധനങ്ങളുണ്ട്. എന്നൊക്കെ പറഞ്ഞ ബലൂങ്കയ്ക്ക് വേറെ നല്ല ഏറ്റവും ദൂരത്താണ് കേസ് ഇപ്പം ഇട്ടേക്കുന്ന. ദൈവം നല്ല സാധനം വല്ലതും കിട്ടണം. കഷ്ടം. എനിക്ക് ഒത്തിരി സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് വേണമായിരിക്കും കേസ് ഒത്തിരി. ഈ ബലൂൺക കുറെ നേരമല്ലോ കിട്ടുന്നത്. അതൊക്കെ ചെക്ക് അതൊന്നും വിൽക്കാൻ മേല. സോംബി ട്രല്ലല്ലേറെ വരെ ഉണ്ട് കേസ്. സമയം 6 ഇവിടെ ഒരു വെച്ചിട്ട് മേളിൽ പോയൊരു ബലൂങ്കേനെ വിൽക്കാം കേസ്. ഈ ബലൂങ്ക ഇനി ബലൂങ്കേനെ വരുന്നെങ്കിൽ ഞാൻ ബലൂങ്ക ഈ സ്റ്റോറി കേസ് ഞാൻ പിന്നെ ഒന്നും വാങ്ങിക്കില്ല. കാരണം അത് അനിയത്തിക്ക് കൊടുക്കാം കേസ്. ദൈവം ഇവൻ്റ് കഴിയാൻ ഇനി കുറച്ച് നേരം കൂടെ ഉള്ളു.
ആ എൻ്റെ പൊന്നോ കറക്റ്റ് സമയമുണ്ടോ എൻ്റെ Trulli mero trullicina. എന്താ പൊന്നടാവേ. Extinct tralala. ഈ ചോട്ടൻ്റെ ബേസ് അവിടെ തുറന്നു നോക്കാം. നമുക്കിപ്പോൾ മീൻ പിടിക്കുന്നതാണ് ഗൈസ് പറയുന്നതാണ്. Tralalelo tralala. ഗോൾഡൻ ട്രല്ലല്ലേ അറിയോ? അയ്യോ മടുപ്പ് മടുപ്പ് മടുപ്പ്. ട്രല്ലല്ലേറോ അത്യാവശ്യത്തിന് 1 2 ട്രല്ലല്ലേറോ. നമുക്ക് നോർമൽ ട്രല്ലല്ലേറോ വിട്ടാലേ ഇതല്ലേ നമുക്ക് ഈ ട്രല്ലല്ലേറോ വിൽക്കാണ്. നമുക്ക് അതിന് വേറെ നല്ല മീനെ പിടിക്കാം. ആ ഇവൻ്റെ തീർന്ന ചത്ത് Blueberrini octopusini. തന്നെ തേങ്ങ. ഷെയർ ചെയ്യുക. ഇങ്ങനെ വലിച്ചോണ്ടിരിക്കുകയാണ്. Botito Graipus medusi. കഴിവില്ലാത്തവരെ നിങ്ങൾ നോക്കണം. എൻ്റെ ഇതൊക്കെ ഈ സാധനമൊക്കെ തരുന്ന പൈസ 2.3 ബില്യൺ 378 മില്യൺ. എന്നാ മോനെ ഇതുണ്ട് ചുമ്മാ ഇങ്ങനെ പൈസ കളക്ട് ചെയ്യാൻ. നിങ്ങൾ പറയാം നമുക്കിപ്പോൾ ഒരു ത്രില്യൺ അടിക്കാം. ത്രില്യൺ നമുക്കിപ്പോൾ ഒരു ത്രില്യൺ അടിക്കാം ഗൈസ്. ഞാൻ ത്രില്യൺ അടിക്കും ഗൈസ്. നമുക്ക് ത്രില്യൺ അടിക്കുക. ഇതൊന്നും അല്ല അപ്പം മേളിലോട്ട് കയറാം ഗൈസ്. ഒരു കാര്യം പറയുന്നത് മേളത്തേക്കാൾ സീക്രട്ടും ലെജൻഡറി ബ്രെയിൻ റോഡ് ഗോഡ് ഇവിടെയാണ് കൂടുതലുള്ള. Trulli mero trullicina. നല്ല സാധനങ്ങളെല്ലാം ഞാൻ അനിയത്തിയുടെ ബേസ് വെച്ചിട്ട് ബാക്കിയെല്ലാം ഇട ഇല്ലെങ്കിൽ ഞാൻ ബാക്കിയെല്ലാം ഞാൻ കുറച്ച് മാക്സിമം പറ്റാമത്ര അവനുള്ള ബേസ് വെക്കും. പിന്നെ ബാക്കിയെല്ലാം അനിയൻ്റെ ബേസ് വെക്കും. നിങ്ങൾ ഓർക്കണം കഴിഞ്ഞ കുസീന് വെച്ചിട്ടുള്ള റീബർത്തോട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 2 മില്യണിൽ നിന്ന ഒരാളാണ് ഞാൻ. എനിക്കിപ്പോൾ ഇത്ര ഇതായെന്ന് പറഞ്ഞാൽ എന്നെ ചെയ്യാനാണ്. ശരി നമുക്കിപ്പോൾ നമ്മളിപ്പോൾ 88.92 ബില്യൺ Troppa trippa. Belula belula. Orcalero orca. Tralalita tralala. ഇത് സൈഡിൽ കളക്ട് ചെയ്യുന്നുണ്ട്. ചുമ്മാ ലൈബ്രറിയൊക്കെ അടിച്ചു. Tralalita tralala. എന്നെക്കാളും പ്രോഗ്രീസാണ്. അല്ല ഇതല്ല നടക്കുന്നതാണ്. Belula belula. Trippi troppi. Lo sorcalalita tralala. Blueberrini octopusi. നമുക്ക് എന്റെ ആഗ്രഹം ഇവന്റെങ്ങാനും ഉണ്ടായി. ഞാനൊരു കാര്യം പറയട്ടെ, നമുക്കൊരു ചലഞ്ച് വെച്ചാലോ. ഈ സമയത്ത് അങ്ങോട്ട് റീബർത്തി ആയിട്ട് എൻ്റെ എല്ലാം പോട്ടെ. കുറച്ച് അനിയത്തിയുടെ വയസ്സിലുണ്ട്. എല്ലാം പോട്ടെ. നീ അവിടെ നമ്മുടെ മനസ്സിൽ സമയം കഴിയാറായപ്പോൾ അവൻ ഓടി വന്നു കേസ് അവിടെ നിന്ന്. കൊള്ളാതെ അവനൊക്കെ. നമുക്കൊന്ന് റീബർത്ത് ചെയ്ത് ഒരു ചലഞ്ച് വെച്ചാലോ കേസ്. ഈ ചലഞ്ച് വെച്ചാൽ ഞാൻ തേഞ്ഞു പോവും. ഇപ്പോൾ എന്നെ പ്രോ അക്കൗണ്ടാണ് 91 മില്യൺ ആണ്. നമുക്ക് ഈ ഗെയിം തീരുന്നതിന് മുന്നേ നമുക്കൊരു ട്രില്യൺ അടിക്കണം. ഇല്ല ട്രില്യൺ അടിച്ചിട്ട് ഞാൻ ഫോൺ വെക്കുന്നത്. ചാർജ് 45 ചാർജ്
ഇനി ചാർജ് കുറച്ച് നേരം നിൽക്കും. പിന്നെ ഇപ്പുറത്തെ ഇപ്പോൾ ഏത് ബ്രെയിൻ റോട്ടോ ബില്യൺ ആക്കിയെന്ന് നോക്കേ. ഒരു ബ്രെയിൻ റോട്ടോ ബില്യൺ ആക്കിയില്ല. എനിക്കൊന്ന് ഇപ്പുറത്തെ സൈഡിലുള്ള ഈ സാധനം ഇവിടുത്തെ ഈ സാധനം ഓർക്കല്ലേറോ ട്രല്ലല്ല ഇത് എക്സ്പെൻസീവ് ട്രല്ലല്ലേറോ ട്രല്ലല്ലീത്ത കോമ്പി ട്രല്ലല്ലേറോ എന്നാത്ത സാധനങ്ങൾ. എൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോഴും ഒരാളുടെ പേര് ബേബി എന്നാണ്. അവർ ഹോസ്റ്റലിൽ പോയേക്കാണ്. അവന്മാർ കറക്റ്റ് പോയെന്നാണ് ഇവൻ്റെ ഫോണാണ്. അവർ ഇവിടുന്ന് ഞങ്ങളൊരു വില്ലേജാണ്. ഞങ്ങൾ അപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഫോൺ കളിച്ചുകൊണ്ടാണ് അവർ പോകുന്നത് കണ്ട്. ഫോൺ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ബാഡ്മിൻ്റൺ ഞങ്ങളെ വീട്ടിൽ വെച്ചേക്കുന്നത്. പക്ഷെ അവർ പോയപ്പം കറക്റ്റ് ന്യൂ ഇവൻറ്റ് സ്പോണറെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് എൻ്റെ ഫോണെ വന്നത്. ഞാനൊരു മോഡ് ഓൺ ആക്കിയിട്ടുണ്ട്. ഓട്ടോ ഇവൻറ്റ് മോഡെന്നാണ് ഇവൻ്റെ ആ മോഡിൻ്റെ പേര്. ഇവൻ്റെ മോഡ് ആ മോഡ് ഓൺ ആക്കിയിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പുതിയ ഇവൻറ്റ് എപ്പോൾ സ്പോണാകും അപ്പോൾ എനിക്ക് അലാറം അടിക്കുന്നത്. അലാറം അടിക്കത്തില്ലേ മിക്ക ഇവൻറ്റ് 1 മണിക്ക്. ഈ ഇവൻ്റ് ഉണ്ടല്ലേ ഇന്നലെ വൈകിട്ട് അങ്ങനെ പോയി. ഇത് 1 മണിക്ക് സ്പോൺ ചെയ്യുമെന്ന് പറഞ്ഞ് ഇവൻറ്റ് ഞാനിപ്പോൾ ട്രിങ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. അലാറം വരുന്നത് ഇവിടെ പുതിയ ഇവൻറ്റ് വരുമ്പോൾ അലാറം. അപ്പം ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് തെറ്റ് സാധനങ്ങൾ. എന്താ പൊന്നോ ഈ പൊട്ടനെ വായിച്ചേ. ആണ്ടേ ട്രല്ലീത്ത മാത്രമേ ഉള്ളൂ എൻ്റെ ബാക്കി എല്ലാം വിറ്റാണ്. നീ ഇങ്ങോട്ട് വരണ്ടാ അതൊക്കെ ചെറുപ്പം. ബ്രെയിൻ റോഡ് ഡീലർ നമുക്ക് ചിലപ്പോൾ എനിക്ക് വേണം സ്ട്രോബെറി എലിഫൻറ്റിന് സ്പോൺ ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റേ നമ്മുടെ പഴയ ഒരു സാധനം ഉണ്ട് ഫ്യൂസ് മിഷൻ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അത് വരുമായിരിക്കും. ഞാൻ അപ്പം ചെയ്യാൻ പോകുന്ന കാര്യം എന്നാണെന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിൽ സാധനമില്ല അപ്പോഴും ഉണ്ട്. ഞാൻ ഈ വെള്ള സാധനത്തിന് ഈ ഓർക്കല്ലേറോയിനെ ഈ സാധനം ഇല്ലേ ഈ പൊട്ടത്തെ കിഴങ്ങൻ ഈ സാധനത്തിനെയും കൂടെ ഇട്ട് പുത്തനൊരു ബ്രെയിൻ റോഡിനുണ്ടാക്കും ഗേസ്. എങ്ങനെ സ്ട്രോബെറി എലിഫൻ്റ് ആണെങ്കിൽ കോളടിച്ച് മോനെ. അയ്യോ പാവപ്പെട്ട വീടാണ്. 3, 2, 1 ന്യൂ ബേസ് ഫോൺ. ഇത് എന്നെ കളയും ബ്രോ ആണല്ലോ. കുറച്ച് സാധനങ്ങളാണ് എന്തോ പൊന്നു. മറ്റേ ഒരു സാധനം 6-7 എങ്ങാനും വരുവാണ് എൻ്റെ അള്ളിയ സെറ്റ്. മേളിലോട്ട് കൊണ്ടു ബലൂങ്കട സാധനമാണ്. ഇതിപ്പം നമ്മുടെ ചലഞ്ച് കംപ്ലീറ്റ് ആകാനായിട്ട് $96 ആയിട്ടുള്ളൂ. അല്ല ബില്യൺ ആയിട്ടുള്ളൂ. 97 ഒരു ബില്യൺ അടിക്കാൻ എനിക്ക് സ്ട്രോബെറി എലിഫൻ്റൊക്കെ ഒരു പുഷ്പം പോലെ വാങ്ങിക്കാൻ. പക്ഷെ എൻ്റെ ഇപ്പോഴത്തെ ആഗ്രഹം എന്താണെന്ന് അറിയുമോ ഒരു സ്ട്രോബെറി എലിഫൻ്റ് ഇപ്പോൾ സ്പോണാണ്. ആർക്കും പൈസ ആകത്തില്ല വാങ്ങിക്കാൻ, എനിക്ക് മാത്രം പൈസ. ഞാനപ്പം സ്ട്രോബെറി എലിഫൻ്റ് എൻ്റെ ബേസിൻ്റെ എടുത്തെത്താറാകുമ്പോൾ കറക്റ്റ് ഒന്ന് വാങ്ങിച്ചത്. പിന്നെ എൻ്റെ മോനെ ഇനി ഇവിടുന്ന് പൈസ കളക്ട് ചെയ്താൽ കുറേ നേരം എടുക്കും. നമ്മളിനി ഇവിടെ നിന്ന് ഇങ്ങനെ തോട്ടായി 100.56 ബില്യണോ അതായി 1 ട്രില്യൺ ആകണമെങ്കിൽ 100 ഇതൊക്കെ കഴിയണമെങ്കിൽ. ഇപ്പോഴാണ് ഞാൻ ഓർത്ത കാര്യം മറന്നുപോയി. അപ്പം നമ്മുടെ സീലിയ ബ്രെയിൻ റോഡിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളപ്പോൾ ഇനി നമ്മുടെ ബേസിൽ സമയം കഴിയാറായെന്ന് നോക്കട്ടെ. ഒരു സാധനം ഇവിടെ വെച്ചിട്ട് ഒരു ബേസിൽ കയറായി നമ്മൾ ഫൈനലായിട്ട് ചെയ്യാൻ പോകുന്ന സാധനമായി. ഇവിടെ പോയിട്ട്
എന്നിട്ട് നമ്മൾ നേരെ ഇവിടുന്ന് അയ്യോ കോയിലില്ലേ ആണ്ടേ എല്ലാവരും കാണിക്കുന്നു കരത്തി പോയി കളിയാണ് കാണാൻ ഓക്കെ 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 എന്ത് എൻ്റെ മറ്റേ സാമാനം കാണുന്നില്ല ആ സാമാനമല്ല മറ്റേ ഇത് ആ അകത്ത് ഗൈസ് ആ സാധനം സ്വാപ്പ് ചെയ്ത് അകത്ത് കയറാൻ പറ്റും ഗൈസ് ലോസ്റ്റ് അല്ല കണ്ടോ ഗൈസ് നമ്മൾ അകത്തെത്തിയിരിക്കുന്നു ഒക്കെ ചുമ്മാ സ്റ്റീൽ ചെയ്താലോ അയ്യോ മറന്നുപോയി അയ്യോ തേഞ്ഞു 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 അമ്പാടോ ഈറം തട്ടി എടാ 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 സ്റ്റീൽ ചെയ്താൽ നിനക്ക് ഇടിക്കും ഞാൻ കൂടുതൽ നേരം ഇവിടെ നമ്മുടെ ബേസ് തേഞ്ഞു പോകും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക റോഡ് ഓഫ് റിവ്യൂ വാങ്ങിക്കാൻ പോകുന്ന വീഡിയോ നാളെ വരുന്നതായിരിക്കും ഇവനിട്ടെണ്ണം കൊടുക്കണമല്ലോ അത് എൻ്റെ അടുത്തുകൊണ്ട് എന്നെ പണിയാണ് ഇത് പോടാ വെച്ചേർക്കാൻ ഇത് നമുക്കൊരു ബേസിൻ്റെ അകത്ത് കയറിയിട്ട് നമുക്ക് വീഡിയോ അതിൻ്റെ ഈ ബേസിനകത്ത് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ